അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ 6ൻ്റെ ലൈവിൽ നമ്മുടെ ജിൻഡപ്പനും അതേപോലെ തന്നെ നമ്മുടെ ശ്രീതും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിൻഡപ്പൻ പറയുന്നുണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്നവൻ വേറെ ചതിക്കുന്ന ഒരു ഗെയിമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം. അതിന് ഉദാഹരണം മാത്രമായിട്ടാണ് നമുക്ക് ഇങ്ങനെ കഴിഞ്ഞൊരു നോമിനേഷനിൽ അങ്ങനത്തെ ഒരു ടാസ്ക് തന്നത്. ഇപ്പോൾ ഉദാഹരണം നിനക്ക് ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയും കാര്യം ഞാൻ പറഞ്ഞു തരാമെന്ന് ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട്. അവരോട് രണ്ടുപേരോടും ബിഗ് ബോസ് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇഷ്ടമുള്ള ഒരാൾക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പുറത്ത് പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് ഗബ്രി പുറത്ത് പോകുമായിരിക്കുന്നത്. അപ്പോൾ ജിന്നപ്പൻ പറയുന്നുണ്ട് ഒരിക്കലുമില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കും, നീ പോകുന്ന തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയുള്ളൂ, എന്താണേലും രണ്ടുപേരും പുറത്ത് പോകുകയില്ല എന്ന്. അതേപോലെ ഇപ്പോൾ ഞാനും അർജുനുമാണ് ഞങ്ങൾ രണ്ടുപേരും ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരാൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ. എനിക്കൊരാളെ അവരെനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുകയല്ല, അങ്ങനത്തെ ഗെയിമല്ല ഇത്, നമ്മളവിടെ പിടിച്ച് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രീതു പറയാൻ അത് ശരി തന്നെയാണ്, കഴിഞ്ഞ ടാസ്കിന് ഞാനും സിജോ ചേട്ടനും പോയപ്പോൾ അങ്ങനെ തന്നെ സംസാരിച്ച് പിടിച്ച് നിൽക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ജിൻഡോ ചേട്ടൻ്റെ കൂടെ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുകയാണ് ശ്രീതു ചെയ്യുന്നത്. ശ്രീതുവിൻ്റെ അമ്മ ബിഗ് ബോസ് ഇവിടെ വന്നപ്പോൾ തൊട്ട് പറയുന്നുണ്ട് അർജുനുമായിട്ട് ഇനി അധികം സംസാരിക്കരുത്, രാത്രി സംസാരിക്കരുതെന്നൊക്കെ. അത് ശ്രീതു കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്ന ഗെയിം കളിച്ച് വിൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അത് വിൻ ചെയ്യുക എന്നത് മാത്രമായിരിക്കണം ഇനി ലക്ഷ്യമെന്നും അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.